ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന അച്ചുവിന്റെയും രുക്കുവിന്റെയും റൂമിലേക്ക് പോകുന്നുണ്ട് രാത്രിയിൽ. എന്നിട്ട് പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്ന അവർക്ക് കുറെ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല രുക്കു. അർച്ചനയെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായി ഉറക്കം വരുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട്, ചേച്ചി നമുക്ക് നാളെ സംസാരിച്ചാൽ മതിയോ, എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയാണ് അർച്ചന. അപ്പോൾ ശരി, എന്നാ നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് റൂമിൽ നിന്നും പോകുന്നുണ്ട്. അർച്ചന റൂമിൽ നിന്ന് ഇറങ്ങുന്നതും രുക്കു പോയി ആ വാതില് കൊട്ടിയടക്കിയാണ്. അർച്ചനയ്ക്ക് അത് കണ്ട് വളരെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് അച്ചുവിനും ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അച്ചു എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി സംസാരിക്കാൻ വന്നപ്പോൾ നീ എന്തിനാണ് ചേച്ചിയെ ഒഴിവാക്കി വിട്ടതെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇത് നിന്റെയും നിന്റെ വൈഫിന്റെയും ബെഡ്റൂമാണ്. പാതിരാത്രിയിൽ നീ എന്റെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ വരുന്നത് ഒരു തരം സാഡിസമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് രുക്കു. ഇതെല്ലാം കേട്ട് അച്ചുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ പുറത്തുനിന്ന് അർച്ചന രുക്കു പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അർച്ചന കണ്ണും തുടച്ച് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചനയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അഞ്ജു ആണെങ്കിൽ രുക്കുവിനെ കുറിച്ച് അർച്ചനയോട് ഓരോന്ന് പറഞ്ഞ് തിരികൊളുത്തി വിടുകയാണ്. അർച്ചനയോട് പറയുന്നുണ്ട്, രുക്കുവിന് ഇത്രയും സാമർഥ്യമുണ്ടെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുകയാണ്. പിന്നീട് അനന്തനും മുകുന്ദനും പറയുന്നുണ്ട്, എന്തായാലും അത് കാലി വെച്ച് കേറിയ ദിവസം തന്നെ അവളുടെ സ്വഭാവത്തിനെ കുറിച്ച് എല്ലാവർക്കും ഒരു സൂചന കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് രുക്കുവിനോട് ഒരു ദേഷ്യമോ പകയോ ഒന്നും മനസ്സിൽ വെക്കാതെ അർച്ചന അച്ചുവിനും രുക്കുവിനുമുള്ള ചായ എടുത്തുകൊണ്ട് അവരുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ അവരുടെ റൂം തുറന്നു കിടക്കുകയാണ്. അർച്ചനയ്ക്ക് അത് കണ്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് മഞ്ജുവും പോയി നോക്കുന്നുണ്ട്. മഞ്ജുവും വന്ന് പറയുന്നുണ്ട്, ചേച്ചി അവിടെ അച്ചുവും രുക്കുവും ഇല്ല, അച്ചുവിന്റെ ബൈക്കിന്റെ ചാവിയും ഇല്ലെന്ന് പറയാണ്. പിന്നീട് ആകെ ഷോക്കായി നിൽക്കുന്ന അർച്ചന അനന്തനോടും മുകുന്ദനോടും പറയുന്നുണ്ട്, അച്ചുവും രുക്കുവും മുറിയിലില്ല, ഇവരിതെങ്ങോട്ട് പോയി എന്നറിയില്ല, എനിക്കൊരു സമാധാനവുമില്ല, നിങ്ങളൊന്ന് പോയി പുറത്ത് അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട്. അച്ചുവിനെയും രുക്കുവിനെയും കാണാതെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ ഞെട്ടിത്തരിച്ച് അർച്ചന അങ്ങനെ നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.